Thesnim's flavours ഇന്നത്തെ റെസിപ്പി മന്തിയാണ്. വളരെ പെട്ടെന്ന് എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല സോഫ്റ്റ് റൈസൊക്കെ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മന്തി ഉണ്ടാക്കാനുള്ള റൈസാണ്. റൈസ് ഞാൻ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തതാണ്. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർക്കാം. നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണ്. അരി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാഗി ചിക്കൻ ക്യൂബാണ്. 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ ഇതിലേക്കൊരു 1.5 ക്യൂബാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കുറച്ച് നമ്മൾ പെർമിറ്റഡ് റെഡ് ഫുഡ് കളറാണ്, കുറച്ച്, നിർബന്ധമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അരി പെട്ടെന്ന് വേവും, കാരണം നമ്മൾ കുതിർത്തിയ അരിയാണ്, തിളച്ച വെള്ളത്തിലേക്കാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മന്തി മസാല, റെഡിമെയ്ഡ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക്, തിളച്ചാൽ മതി, എന്നിട്ട് നമ്മളത് ഊറ്റിക്കളയാണ്. അപ്പോഴേക്കും തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഒരു സ്പൈസ് എല്ലാം പിടിച്ചിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് തിളച്ചു. സ്റ്റൗ ഓഫ് ചെയ്തു. കുക്കറിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ചോറ്, ഡ്രൈ ലെമൺ 1 എണ്ണം, ബേ ലീവ്സ് 2 എണ്ണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീര, ചെറിയ ജീരകമാണ്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു ചോറിൽ മാത്രമേ ഇത് വരണ്ടേ ഉള്ളൂ, ചിക്കനിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്കാവുന്നത്. സിമ്മിലിട്ടിട്ടുണ്ട്. ഏറ്റവും തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് അടച്ചിട്ട് സിമ്മിലിട്ടിട്ട് 1 സ്റ്റീം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. സ്റ്റീം വരാൻ കുറച്ച് സമയം എടുക്കും. steam on the off here.
ചോറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓൺലൈൻ മൈക്രോവേവ് കുക്കറി ക്ലാസ്സിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.